നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാർജരാസനം. മാർജരാസനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നട്ടെല്ലിന് വ്യായാമം ലഭിക്കുന്നു. ശരീരത്തിന് ആകെ വ്യായാമം ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് കൃത്യതയുണ്ടാവും. അങ്ങനെ നമ്മുടെ രക്ത ഓട്ടം ക്രമീകരിക്കപ്പെടുന്നു, ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു. കൂടാതെ നമ്മുടെ വയറ് ചുരുങ്ങാനും മാർജരാസനം നമ്മളെ സഹായിക്കും. ചെയ്യുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാനൊന്ന് ചെയ്യും, അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുകൊണ്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാൽമുട്ടിൽ ആദ്യം ചെയ്യുന്നത് ഇത്രയേ നമ്മൾ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ കാൽമുട്ടിൽ നിൽക്കുന്നു, മുന്നോട്ട് വളഞ്ഞ് നമ്മൾ കൈ നിലത്ത് പതിക്കുന്നു, കൈവിരലുകൾ ചേർന്നിരിക്കണം. അതുപോലെ തന്നെ കാല് നേരെയായിരിക്കണം, കാലുകൾ ചേർന്നിരിക്കണം, ശരീരം ഭൂമിക്ക് പാരലലായിരിക്കണം. ശ്വാസം തല ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ കാൽമുട്ടിലേക്ക് നോക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടിലേക്ക് നോക്കുക. ഇത് ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ മാർജരാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ നാഡീവ്യവസ്ഥകൾക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ രക്തചംക്രമണത്തിനെ ശക്തിപ്പെടുത്താൻ മാർജരാസനം കൊണ്ട് സാധിക്കും. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു യോഗാസനമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്ത ഓട്ടത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, ക്രമപ്പെടുത്താൻ ഇത് വളരെയധികം ഉപകരിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു പ്രാണായാമം പരിചയപ്പെടുകയാണ്, ശീത്കാരി പ്രാണായാമം. ചെയ്യേണ്ടത് നമ്മൾ നട്ടെല്ല് നിവർത്തിയിരിക്കുക. ഇനി നിലത്ത് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കസേരയിലാണേലും നിവർന്നിരിക്കുക. അതിനുശേഷം നമ്മൾ നാക്ക് വളച്ച് നാക്കിൻ്റെ തുമ്പ് മേലെണ്ണാക്കിൽ തൊടിക്കുക. എന്നിട്ട് ചിരിക്കുന്ന രീതിയിൽ പല്ല് കടിച്ച് ഇരിക്കുക. ദീർഘമായി പല്ലിൻ്റെ ഇടയിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ജാലന്ധരബന്ധം ചെയ്യുക. ജാലന്ധരബന്ധം എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. ജാലന്ധരബന്ധം റിലീസ് ചെയ്തുകൊണ്ട് മൂക്കിൽ കൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് ഒരു 5-10 തവണ ചെയ്യുക എന്നുള്ളതാണ് ശീത്കാരി പ്രാണായാമം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നാക്ക് വളച്ച് നാക്കിൻ്റെ തുമ്പ് മേലെണ്ണക്കിൽ തൊടുവിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പല്ലിനിടയ്ക്കൂടെ ശ്വാസം എടുക്കുകയും ഹോൾഡ് ചെയ്തതിന് ശേഷം മൂക്കിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു, ശരീരത്തിനെ തണുപ്പിക്കുന്നു, കൂടാതെ മോണരോഗം നമുക്ക് ചിലപ്പം ഇടയ്ക്ക് മോണയ്ക്ക് പഴുപ്പ് വരും, വല്ലാതെ സ്മെല്ലുണ്ടാവും ചില ആൾക്കാരുടെ വായ്ക്ക്. അപ്പോൾ മോണരോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ഈ പ്രാണായാമം സഹായിക്കും. മാത്രമല്ല, നമുക്ക് പ്രാണായാമം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇതാണ് ഈ ശീത്കാരി പ്രാണായാമം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തു നോക്കുക, എന്നിട്ട് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. നമസ്തേ.